ശബരിമല വാർത്തകളാണ് അനുമോദ് റിപ്പോർട്ട് ചെയ്തത്. കരയിൽ മാത്രമല്ല കടലിലും ക്രിസ്തുമസ് രാവ് ഇക്കുറി വർണ്ണാഭമാകും. തിരുവനന്തപുരം മരിയനാട് തീരത്ത് നിന്ന് 500 മീറ്റർ അകലെ കടലിലാണ് മത്സ്യത്തൊഴിലാളികൾ വിസ്മയമൊരുക്കിയത്. മിന്നിത്തിളങ്ങുന്ന ക്രിസ്മസ് ട്രീയും തിരുപ്പിറവിയുടെ പ്രതീകമായ പുൽക്കൂടുമൊക്കെ നാടെങ്ങും നിറയുകയാണ്. അതിനിടയിൽ കഠിനംകുളം മരിയനാടുള്ള ഒരുപറ്റം യുവാക്കളുടെ മനസ്സിലുദിച്ച ആശയമാണ് കടലിൽ യാഥാർത്ഥ്യമാക്കിയത്. ₹1,00,000 ചിലവിലാണ് കടലിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെ ഫ്ലോട്ടിംഗ് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ എല്ലാവരും കരയിലോട്ട് ചെയ്തിട്ടുണ്ട് ട്രീ. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇവിടെ കടലിലോട്ട് ചെയ്തതാണ് ഞങ്ങൾ. എല്ലാം കൂടി ഒരു 3 ലക്ഷം രൂപയായി. ഞങ്ങൾ എല്ലാം കൂടി പയന്മാരായിട്ട് ഇട്ട പൈസ എല്ലാവരും പയന്മാർ ഷെയർ ചെയ്ത് ഒരു 4000 വെച്ച് ഇട്ടു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കൈകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പള്ളീൻ്റെയും ഇടവകയുടെയും നാട്ടുകാരുടെ സഹായം ചോദിച്ചായിരുന്നു. ഇത് മരിനാട് ഇടവക, കഠിനംകുളം മരിനാട് ഇടവക. പ്ലാൻ ഞങ്ങളിതിപ്പം പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായി. 2 മാസം മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇതിപ്പോഴാണ് കറക്റ്റായി തീർന്നത്. എല്ലാ കാര്യം 2 മാസം പിടിച്ചെല്ലാം കൂടി. കരയിൽ നിന്ന് നിർമ്മിച്ച് കടലിൽ കൊണ്ടെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. സുന്ദര കാഴ്ചകൾ കാണാൻ നിരവധി ആളുകളാണ് മരിയനാട് തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കടലിലെ കരിമരുന്ന് പ്രയോഗവും. കരയിലെ ആഘോഷം പൊടിപൊടിക്കുകയാണ്. കടലിലും ആരവങ്ങൾക്ക് തെല്ലും കുറവില്ല. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം മരിയനാപുരത്ത് നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18.